എന്നും നമ്മൾ ഒഴിവുള്ളപ്പോൾ ബിരിയാണി ഉണ്ടാക്കും, നെയ്ച്ചോറുണ്ടാക്കും, മന്തി ഉണ്ടാക്കും. ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൽ ചോറ്, ഇറച്ചിയും ഒക്കെ വെവ്വേറെ വേവിച്ചിട്ട് അവസാനം അത് ദമ്മിടുന്നതാണ് ബിരിയാണി. എന്നാൽ ഇറച്ചിച്ചോറ് അങ്ങനെയല്ല. നന്നായി മസാല പുരട്ടിയിട്ട് ഇറച്ചിയിൽ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ച ഇറച്ചിയിലേക്ക് നമ്മൾ കഴുകിയിട്ട് അരി ഇടുകയാണ് ചെയ്യുന്നത്. ജീരകശാല തരി ആ ചെറിയ അരി തന്നെ ഇടണം കേട്ടോ. അപ്പോൾ അതിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ അരി വേവുന്നത്. അപ്പോൾ ഇറച്ചിയുടെ നെയ്യും മസാലയും ഒക്കെ ഈ അരിയിൽ പിടിക്കും. അങ്ങനെ ആ അരി അതിൽ കിടന്നിട്ട് വെന്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചോറിലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇറച്ചി ചോറ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണേ.